കൊച്ചിയിൽ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് കേരളത്തിലെ അഥവാ ഇന്ത്യയിലെ ചില ആദ്യമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഫോർട്ട് കൊച്ചിയിലാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു. നമ്മളിവിടെ ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് ഈ ചൈനീസ് നെറ്റുകളൊക്കെ കണ്ടില്ലേ, ആ ചൈനീസ് നെറ്റുകളുടെ ഇപ്പുറത്ത് അതിനോട് പാരലായിട്ട് ഇവിടെ ഒരു ടാർ ഇട്ട റോഡുണ്ട്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ടാറിട്ട റോഡ്. ഇതാണ്. മറ്റൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ മുമ്പൊരു ഡച്ചുകാരുണ്ടാക്കിയ ഒരു വലിയ ടവർ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് അവർ പല കാര്യങ്ങളും നിരീക്ഷിച്ചിരുന്നതെന്നും പറയുന്നു. അതിൻ്റെ പുറത്തുകൂടെയാണ് ഈ മരം പിടിച്ച് നിൽക്കുന്നതെന്നും പറയുന്നു. ഇവിടെ കുട്ടിക്കാലത്തെ കണ്ടു വളർന്ന ഒരു അദ്ദേഹം ഉണ്ട്, സുഹൃത്തുണ്ട്. എന്താണ് പേരെന്താണ്? അഷ്റഫ്. ശരിക്കും അത് വെതർ റിപ്പോർട്ടിൻ്റെ ടവറാണത്. ഡച്ചുകാരുണ്ടാക്കിയ ഉണ്ടാക്കിയതിന്റെ അതിനെക്കാട്ടി മുമ്പൊക്കെ പോർച്ചുഗീസൊക്കെ വന്നിട്ടുള്ളതിലൂടെ അതെ, ആരുണ്ടാക്കിയെന്നുള്ളത് എനിക്കറിയില്ല. അതിന്റെ ബോർഡ് അവിടെ ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല ഇപ്പൊ നിലവിൽ. അപ്പോൾ ഇതാണ് അതിന്റെ യഥാർത്ഥ ഇതാണ് വെതർ റിപ്പോർട്ടിന്റെ ഇതായിരുന്നു സംവിധാനം. അപ്പൊ ഈ മരം പിന്നെ വന്നത് മരം കാക്കകള് അങ്ങനെ ഉണ്ടായിട്ടുള്ള മരങ്ങളാണ്, അല്ലാണ്ട് മരം ഇല്ല അവിടെ. മരമില്ല, അവിടെ തിണ്ടാണ്. അതിന്റെ പുറത്തുകൂടെയാണ് വന്നേക്കണേ. ഈ കാണുന്നിടത്ത് ചുറ്റും വേലിയായിരുന്നു. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ആ ഗേറ്റിന്റെ കയറിയിട്ടാണ് ഈ സ്റ്റെപ്പിൽ കൂടെ കയറിയിട്ട് നോക്കണത്. മുകളിൽ പോകും. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് എത്ര ആഴത്തിൽ വെള്ളം പൊങ്ങി, എത്ര വെള്ളം അങ്ങെടുക്കാണ് നിൽക്കുന്നത്, കാറ്റ് അങ്ങെടുക്കാണ് എന്നുള്ള വെതർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം അന്ന് ഉണ്ടാക്കിയ. കടൽ റഫാണ് ശാന്തമാണെന്നൊക്കെ ഇതിലറിയാം, കാറ്റിന്റെ ഗതിയും അറിയാം. അതതിന്റെ മാറ്റം. അന്ന് എല്ലാം ഈ കടലിലൂടെയാണല്ലോ നടക്കുന്നത്. അപ്പൊ ഇവർക്ക് കടലിന്റെ എല്ലാ പൊസിഷനും അറിയണം. കാറ്റങ്ങെടുക്കാണ്, വെള്ളത്തിന്റെ ഒഴുക്കങ്ങെടുക്കാണ്, വെള്ളത്തിരടി പൊങ്ങുണ്ട് എന്നെല്ലാം. ഇപ്പൊ ഒരുപാട് യൂറോപ്യൻസ് ഇവിടെ വന്ന് അധിനിവേശം ചെയ്തിട്ടുണ്ടല്ലോ. പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. അതിന്റെ എല്ലാം ഒരു വ്യത്യാസം നമുക്ക് ഇവിടെ അതെ. അവിടെ പടിഞ്ഞാറ് ഡച്ച് സിംതേരി ഉണ്ട്. അത് പോയി ഞാൻ കണ്ടു. പിന്നെ ഇവിടെ കോട്ട ഉണ്ട്. ഈ കോട്ട അതിന്റെ പേര് ബംഗ്ലാവ്. അതാണ് ഫോർട്ട് എന്ന് പറഞ്ഞതിന്റെ കാരണം. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. അവിടെ കോട്ടയുള്ളതുകൊണ്ടാണ് ഫോർട്ട് കൊച്ചി ആയത്. മറ്റേ കൊച്ചി എന്നല്ല നമുക്ക് പൊതുവെ എറണാകുളം, കൊച്ചി, മട്ടാഞ്ചേരി ഇങ്ങനെയൊക്കെ പറഞ്ഞവര് ഇത് ഫോർട്ടാണ്. അതാണ് ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞതിന്റെ വല്ല. അപ്പുറത്തേക്ക് പറയുമ്പോൾ കൊച്ചിയായി. ഇത് ഫോർട്ട് കൊച്ചി. ആ കെട്ടിടത്തിനെ ഇതാക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഈ റോഡ് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ടാറിട്ട റോഡാണെന്ന് പറയുന്നു. അത് റോഡ് നെടുനീളം ഉണ്ടായിരുന്നത്. ഉണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റി ഉള്ള കാലം മുതൽ ഈ റോഡുണ്ട്. അന്ന് മുതലേ ഉള്ള ആദ്യത്തെ ടാറിട്ട റോഡെന്നാണ് ഇതിന്റെ ഹിസ്റ്ററി പറയുന്നത് കേരളത്തിലെ. ഏതായാലും വളരെ നന്ദി കേട്ടോ. താങ്ക് യു. ഞങ്ങൾ വാട്ടർ മെട്രോയെ കുറിച്ച് എടുക്കാനായിട്ട് വന്നപ്പോഴാണ്. അപ്പോൾ വളരെ സർപ്രൈസിങ് ആയിട്ട് നമ്മളൊരു സുഹൃത്തിനെ അവിടെ വെച്ച് കണ്ടു. ഇവർ രണ്ടുപേരെയും എനിക്കറിയാവുന്നതാണ്. ജർമ്മനിയിൽ വളരെ കാലങ്ങളായിട്ടുള്ള ജർമ്മനിയിൽ ഇവിടെ ഒരു വലിയ ഹോട്ടലുണ്ട്, കില്ലിയൻസ് ഹോട്ടൽ. അതിൻ്റെ ഓണറാണ്. അപ്പോൾ സർപ്രൈസിങ് ആയിട്ട് റോഡ് ക്രോസ് ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ. ഏതായാലും വളരെ സന്തോഷം. നിങ്ങളിപ്പോൾ ഇവിടെ തന്നെയാണോ? അടുത്ത മാസം തിരിച്ച് ജർമ്മനി. എന്നിട്ട് അതായത് അവിടെ തണുപ്പാകുമ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് ഹോട്ടലൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. അതെ. ഏതായാലും വളരെ സർപ്രൈസിങ് ആണ്. രണ്ടുപേരെ ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷം. വരാം. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ നമ്പറുണ്ട്, ഞാൻ വിളിച്ചിട്ട് വന്നുള്ളൂ. ഓക്കെ താങ്ക് യു. കേരള ഗവൺമെൻറ്റിൻ്റെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്രാ സൗകര്യമാണ് ഈ വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഹബ്ബാണ് ഈ വാട്ടർ മെട്രോയിൽ. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ
ഹൈക്കോർട്ട് വരെ പോകാൻ പറ്റത്തുള്ളൂ. 40 രൂപയാണ് നോർമൽ ഡേയ്സിൽ, വീക്കെൻഡിന് 50 രൂപയാണ്. ഈ എല്ലാ ബാക്കി സൗകര്യങ്ങളെല്ലാം, ബാക്കി കണക്ടിവിറ്റി എല്ലാം നടക്കുന്നത് ഹൈക്കോർട്ടിൻ്റെ ജംഗ്ഷനിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് വാട്ടർ മെട്രോയിൽ 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹൈക്കോർട്ടിൻ്റെ അവിടെ കൊണ്ടിറക്കുകയും അവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്യാനും കഴിയും. നമ്മൾ ഈ പുറകിൽ കാണുന്നതാണ്, ഈ യൂട്യൂബിലൊക്കെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ ഫോർട്ട് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഈ വാട്ടർ മെട്രോയുടെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള അച്ചുക്കാൻ്റെ കട എന്നാണ് പറയുന്നത്. വെളുപ്പാൻ കാലത്ത് 4 മണിക്ക് തുറക്കും. അപ്പോൾ തൊട്ട് ഇവിടെ തിരക്കാണ്. ഇതിലെ നടക്കാൻ പോകുന്ന ആൾക്കാരും എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഇവിടെ നിന്നാണ് കഴിക്കുന്നതെന്ന് പറയുന്നത്. വളരെ പോപ്പുലറാണ്. ഈ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് യൂട്യൂബേഴ്സിൻ്റെ ഒരു ഫേവററ്റ് സ്ഥലം കൂടിയാണ് അച്ചുക്കാൻ്റെ കട. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു ഐലൻഡാണ്, ഫോർട്ട് കൊച്ചി ഐലൻഡ്. നമുക്കിവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് വൈപ്പിൻ ഐലൻഡാണ്. ആ വൈപ്പിനിൽ അവിടെ മെയിൻലി നടക്കുന്നത് ഈ ഗ്യാസ് എല്ലാം സ്റ്റോർ ചെയ്തിട്ട് ഈ ഷിപ്പിൽ വന്നിട്ട് അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നതിനുള്ള സ്ഥലമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ ബാക്കിൽ കാണുന്നത് വല്ലാർപാടം ഐലൻഡാണ്. അവിടെയാണല്ലോ ഷിപ്പുകളെല്ലാം വരെയും കണ്ടെയ്നറെല്ലാം വന്ന് ഇറക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ഐലൻഡും ഒരുമിച്ച് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഈ പോയിന്റിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ നല്ലൊരു പള്ളിയും കാണുന്നുണ്ട് ആ സ്ഥലത്ത്. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഈ വെള്ളം കുറച്ചങ്ങ് ഇറങ്ങി, ഇപ്പോൾ വെള്ളം കയറി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഈ ചീനവലകളൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യാതെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ താഴ്ന്ന് ഇരിക്കേണ്ട സമയമാണ്. ഇതിനൊരു ടൈമിംഗ് ഉണ്ട്. ഈ വെള്ളത്തിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് ഈ ചീനവലകൾ വർക്ക് ചെയ്യുന്നത്. അവർ ആ സമയത്ത് വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് ഇനഫ് ഫിഷ് കിട്ടൂ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സാന്താക്രൂസ് ബസിലിക്ക പള്ളിയുടെ മുമ്പിലാണ്. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ പള്ളി എന്നാണ് പറയപ്പെടുന്നത്. ഇത് പോർച്ചുഗീസുകാരാണ് ഇത് ആദ്യം പണിതതും, പിന്നെ ഡച്ചുകാർ വന്ന് പുതുക്കി പണിത പള്ളിയാണ് നമുക്ക് ഇപ്പോൾ ബാക്കിൽ കാണുന്നത്. അവർ ഡച്ചുകാർ അവകാശപ്പെടുന്ന അവരുണ്ടാക്കിയ പള്ളി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാർ വന്നുണ്ടാക്കുകയും പോർച്ചുഗീസുകാരുടെ ഉണ്ടാക്കിയ പല ഇത്തരം കാര്യങ്ങളും ഡച്ചുകാർ വന്ന് പൊളിച്ചു കളഞ്ഞു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പൊളിച്ചു കളഞ്ഞിട്ട് വേറെ കെട്ടിയ പള്ളിയാണ് നമ്മൾ പിറകിൽ കാണുന്നത്, സാന്താക്രൂസ് ബസിലിക്ക ചർച്ച്. ഇതിനകത്ത് ക്യാമറ അനുവദിക്കാത്തതുകൊണ്ട് നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആസ്പ്രിൻ വാൾ എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങാണ് ഈ ബാക്കിൽ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം ഇവിടെ നിന്നാണ് പ്രിൻ്റ് ചെയ്തിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഇപ്പോൾ കൊച്ചിൻ ബിനാലെ നടക്കുന്ന അതിൻ്റെ മെയിൻ ഓഫീസാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ കറങ്ങിയിട്ട് വേണം മറ്റ് സ്ഥലങ്ങളിലുള്ള ബിനാലെ നടക്കുന്ന സ്ഥലങ്ങളിലേക്കുള്ള എൻട്രൻസിനുള്ള എല്ലാം ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. ഈ ആസ്പ്രിൻ വാൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അത് മെഡിസിൻ്റെ ഒരു പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇവിടെ ആദ്യം മെഡിസിൻ ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു എന്നും പറയപ്പെടുന്നു. പണ്ട് പണ്ട് പണ്ടു നിന്നെ കണ്ട നാളെയാ, ഒരു പാട്ട് പാടാൻ അറിയാത്ത താമരക്കിളി നീ. പണ്ട് പണ്ട് പണ്ടു നിന്നെ കണ്ട നാളെയാ, ഒരു പാട്ട് പാടാൻ അറിയാത്ത താമരക്കിളി നീ.
കാണാനിന്നു വന്ന നേരം കാട്ടുപക്ഷിയല്ല നീ, കാണാനിന്നു വന്ന നേരം കാട്ടുപക്ഷിയല്ല നീ, വീണമീട്ടി പാടിടുന്ന സുന്ദരിയല്ലോ സുന്ദരിയല്ലോ. കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ഈ പാട്ടുകൾക്ക്, ഗസൽ പാട്ടുകൾക്ക് വളരെ പ്രാധാന്യം ഉള്ള സ്ഥലമാണ്. നമ്മൾ പല പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ആൾക്കാർ ഒരുമിച്ച് കൂടുകയും ഗസൽ പാട്ടുകൾ പാടുകയും ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ മെഹബൂബ് മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് കണ്ടു. അതിനകത്തോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് ഇപ്പോഴും ആൾക്കാർ വരെയും അവരുടെ ഈ ഗസൽ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ധാരാളം പാട്ടുകാർ വരെയും അവരിവിടെ ഇരുന്ന് പാട്ട് പാടുകയും ചെയ്യുന്നു. നമ്മൾ പഴയ പല സിനിമകളിലും കണ്ടിട്ടുണ്ടല്ലോ, പഴയ കാലത്ത് ആൾക്കാർ വൈകുന്നേരങ്ങളിൽ കൂടിയിരിക്കുന്നു, പാട്ട് പാടുന്നു. അത് അതേ രീതിയിൽ പ്രിസർവ് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് കൂടിയാണ് ഇവിടെ. ഇത് പാട്ടും കലയോ താല്പര്യമുള്ളവർക്ക് ഇതും ഒരു വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലം കൂടിയാണ് മെഹബൂബ് മെമ്മോറിയൽ ക്ലബ്. ഇതിൻ്റെ സെക്രട്ടറി ആണല്ലേ ഹുസൈൻ. ഓക്കെ. അപ്പോൾ ഇത് അന്ന് തൊട്ട് ഇങ്ങനെ കൈമാറി വരെയാണോ സെക്രട്ടറികൾ? അതിൻ്റെതായ പ്രവർത്തകർ അവർ തന്നെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞിട്ടാണല്ലോ. അതെ 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 45 വർഷമായിട്ട് കലാസംഘടനയാണ്. ഓക്കെ. ഇതിൻ്റെ ഫൗണ്ടർമാരിൽ ഒരാൾ മുംബൈയാണ്. ഓക്കെ. മുംബൈയുടെ മനസ്സിൽ വന്നൊരു സാധനമാണ് ഒരു ഗസൽ ട്രൂപ്പ്. കേരളത്തിലെ ആദ്യത്തെ ഗസൽ ട്രൂപ്പാണ് ഈ സംഘടന. മുഹബൂബായി എന്ന് പറഞ്ഞാൽ ഗായകൻ്റെ പേരിൽ ഉള്ള ഒരു സ്മാരകവും കൂടിയാണ് ഇപ്പോൾ ഇത്. വേറെ ഒന്നുമില്ല. 58ഓളം പാട്ടുകൾ പാടുന്നു, 36 സിനിമകളിൽ പാടിയിട്ടുണ്ട്. ദാസേട്ടനേക്കാളും മുമ്പ് സിനിമയിലൊക്കെ പാടിക്കൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ തുടങ്ങിയതാണ്. ഓക്കെ. അതേതായാലും നന്നായി. ഇവിടെ ഞങ്ങളിവിടെ യാദൃശ്ചികമായിട്ട് വന്നപ്പോൾ കാണുകയും സന്തോഷം. ഇത് പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് നമുക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തി ആയതുകൊണ്ടും ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നടത്തിയ ചെറിയ ചെറിയ പരിപാടികളുടെ ഇതൊക്കെ മറ്റേ രാഘവ മാസ്റ്റർ കൂടെ റെക്കോർഡിങ്ങിൻ്റെ മെഹബൂബായും ദാസേട്ടൻ്റെ മെഹബൂബായുടെ ഒരു പ്രോഗ്രാം കൺസെർട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ഫോട്ടോ പോലും ഇല്ല എന്നുള്ളതാണ് ആ കാലത്ത്. ശരിയാണ്. നിങ്ങൾ ചെമ്മീനുണ്ടായിരുന്നു. ഓക്കെ. ചെമ്മീൻ നല്ല അടിപൊളിയായിട്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഓക്കെ. പുള്ളിയുടെ ഇപ്പം പ്രാബല്യത്തിൽ കിടക്കുന്ന ഫോട്ടോ ഇതാണ് ഒരു പ്രോഗ്രാമിൽ എടുത്ത ഫോട്ടോയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഓക്കെ. ഏതായാലും ഇത്തരത്തിലുള്ള കലാകാരന്മാരെ എന്നും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം കലാസംഘടനകളിലൂടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നിലനിൽക്കട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് വിശിഷ്ടാതിഥികൾ വന്നൊരു സ്ഥലമാണ് ദാസേട്ടൻ അടക്കം. 99 ദാസേട്ടൻ്റെ ഒരു ഫ്രണ്ട്ലി വിസിറ്റിംഗ് ഉണ്ടായിരുന്നു. ദാസേട്ടനടക്കം പിന്നെ രമേശ് നാരായണൻ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാർ വന്നിറങ്ങിപ്പോയ ഒരു തട്ടകമാണ്. ഞങ്ങളിങ്ങനെ ജനറൽ ആശുപത്രിയിൽ ആർട്സ് ആൻഡ് മെഡിസിൻ വേണ്ടിയൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. 2014 മുതൽ 2020 വരെ 6 വർഷം വരെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു. ബിനാലയുമായിട്ട് കൈകോർക്കുന്നത് ഒരു പരിപാടി. അപ്പോൾ ബിനാലെ ഈ കോവിഡിൻ്റെ പ്രശ്നം കാരണം സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അത് കണ്ട് ഇത് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റിയിട്ടില്ല. ഏതായാലും ഇത്തരം ഞങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ പുതിയ ഗായകർ വന്നിട്ട് പഴയ ഗായകരുടെ കാര്യങ്ങളും കൂടെ പഠിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ളൊരു സംവിധാനമാണ് ഞങ്ങൾ ഫ്രൈഡേ ഹാർമണി എന്നും പറഞ്ഞിട്ട് എല്ലാ ഫ്രൈഡേയും 6:30 മണിക്ക് 6:30 മണിക്ക് തുടങ്ങും. അതിനകത്ത് പാടാൻ കഴിവുള്ള, അതായത് സ്റ്റേജ് കിട്ടാത്ത ഒരുപാട് കലാകാരന്മാർ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ പരിപാടി. പ്രൊഫഷണലും മറ്റുള്ള ആളുകളും അൺപ്രൊഫഷണൽ ആളുകളും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ കഴിവുള്ള പല കലാകാരന്മാർക്കും അവസരം കിട്ടാതെ പോകുന്നു ഇല്ലേ. ഇടിച്ചു കയറി പാടുന്ന ആൾക്കാർക്ക് അവസരം കിട്ടുകയും നല്ല പാടുന്ന ആൾക്കാർ പുറകിൽ നിന്ന് പോകുന്നു. അതെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6:30 മണിക്ക് പാടിക്കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കേൾക്കും, എവിടെയെങ്കിലുമൊക്കെ എത്താൻ കഴിയും.
തീർച്ചയായിട്ടും വളരെ സന്തോഷം ഇത്തരം ഒരു സംഘടന കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ ഈ പ്രസൻസ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമാണ്. എല്ലാവിധ ആശംസകളും നന്ദിയും. താങ്ക് യു. നമ്മൾ ഏതായാലും മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്രയുടെ ഓഫീസിൽ വന്നിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഏതായാലും അതിൻ്റെ പാട്ടിൻ്റെ ഒരു ഫീല് കിട്ടണമല്ലോ. താങ്കൾ പാടുമല്ലോ. എന്താ പേരെന്താ? എൻ്റെ പേര് താജുദ്ദീൻ്റെ ഒരു ചെറിയ പാട്ടും കൂടെ കേട്ടിട്ട് പോകും. മെഹബൂബിൻ്റെ പാട്ട് തന്നെ. അതെ. പണ്ട് പണ്ട് പണ്ടു നിന്നെ കണ്ട നാളെയാ, ഒരു പാട്ട് പാടാൻ അറിയാത്ത താമരക്കിളി നീ. പണ്ട് പണ്ട് പണ്ടു നിന്നെ കണ്ട നാളെയാ, ഒരു പാട്ട് പാടാൻ അറിയാത്ത താമരക്കിളി നീ. കാണാനിന്നു വന്ന നേരം കാട്ടുപക്ഷിയല്ല നീ, കാണാനിന്നു വന്ന നേരം കാട്ടുപക്ഷിയല്ല നീ. വീണമീട്ടി പാടിടുന്ന സുന്ദരിയല്ലോ, സുന്ദരിയല്ലോ. പണ്ട് പണ്ട് പണ്ടു നിന്നെ കണ്ട നാളെയാ, ഒരു പാട്ടു പാടാൻ അറിയാത്ത താമരക്കിളി നീ, ഒരു താമരക്കിളി നീ, ഒരു താമരക്കിളി നീ. വളരെ വളരെ സന്തോഷം. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഏതായാലും ഭയങ്കര മിസ്സിങ് ആയിപ്പോയതിന്. ഇവിടെ വന്നു, ഈ പാട്ട് കേട്ടു. സാധാരണ നമ്മൾ ഓരോ എപ്പിസോഡിലും 4 പേരെങ്കിലും പാടാറുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ പാട്ട് നമുക്ക് ഈ എപ്പിസോഡ് ഗംഭീരമാക്കും. വൈകുന്നേരമായി, ഡിന്നർ കഴിക്കാനുള്ള സമയമായി. ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട്, ഇതിപ്പോൾ കടൽ തീരത്താണല്ലോ, കടലിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഫിഷ് കൊണ്ടുള്ളൊരു ഡിന്നർ കഴിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഈറ്റ് കൊച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് ഫിഷെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പോഴത്തന്നെ അവർ കുക്ക് ചെയ്ത് നമുക്ക് തരുമെന്ന് പറയുന്നത്. അപ്പോൾ വെറൈറ്റി ഓഫ് ഫിഷസിൻ്റെ ഒരു ഡിന്നർ തന്നെ ആക്കിക്കളയാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് അകത്ത് പോയി കാണാൻ കഴിയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് സെലക്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്ത് തരും. ഓ, അപ്പോൾ ഒരു ഫിഷ് എടുത്തു കഴിഞ്ഞാൽ 2 തരം ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒന്ന് തവ ചെയ്യുകയും ചെയ്യും, ഒന്ന് വാഴയില പൊള്ളിക്കുക, ഒരു സൈഡ്. അപ്പോൾ ഒരു ഫിഷ് എടുത്താൽ 2 ടേസ്റ്റ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഏതെല്ലാം ഫിഷുകളുണ്ട് ഇവിടെ? കാളാഞ്ചി, വിളമീൻ, അമൂറുണ്ട്, ചെമ്പല്ലി, പിന്നെ പേള, വറ്റ, കരിമീൻ, കാര്യങ്ങളെല്ലാം. ഓ, അപ്പോൾ ഇത് കണ്ടിട്ട് കൊള്ളാം. മഞ്ഞ ഉള്ളത്, ഇതിൻ്റെ പേരെന്താ? മഞ്ഞേരി, യെല്ലോ സ്നാപ്പർ. അത് നമുക്കൊന്ന് എടുക്കും, വലുത് നോക്കി എടുക്കും. അപ്പോൾ ഇത് ഫ്രഷ് തന്നെ അല്ലേ? ഓക്കെ, ലൈവായിട്ട് കാണാൻ പറ്റും. ഫ്രഷാണ്. അപ്പോൾ ഇത് നമ്മൾ ഫിഷ് കുക്ക് ചെയ്ത് തരാൻ എത്ര സമയം എടുക്കും? ഒരു 5-10 മിനിറ്റ്. അത്ര പെട്ടെന്ന് ശരിയാവും? നല്ലപോലെ ക്ലീൻ ചെയ്ത് എല്ലാം പക്കയായിട്ട്. ഓക്കെ, ഒന്ന് ചെയ്തു തരും. നമ്മളെ ഫിഷൊക്കെ വന്നിട്ടുണ്ട്. ഇത് തവ, ഇത് പകുതി തവ. ഓക്കെ, ഇനിയും ഉണ്ടല്ലേ? വരട്ടെ. നമുക്ക് ഏതായാലും കുറേ ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് നമുക്ക് മൊത്തം ഫിഷ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഏതായാലും ഇവിടെ പിടിച്ച് ഉടനെ കൊണ്ടുവന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഏതായാലും നല്ല ഫിഷ് കഴിക്കാൻ പറ്റും. ഇത് പൊള്ളിച്ചത് ഉണ്ട് പകുതി. ഒരു ഫിഷ് വാങ്ങിയിട്ട് അവർ 2ആയിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ പകുതി ഇങ്ങനെ ആക്കി തന്നു, പകുതി തവയും ചെയ്തു തന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഓക്കെ, ഇത് പ്രോൺസ് ആണ്. ഇതോ കൂന്തൽ ഗോൾഡൻ ഫ്രൈ ചെയ്തതാണ്. ഇനിയും വരാനുണ്ട്. ഏതായാലും ഇന്നത്തെ വൈകുന്നേരം നമ്മൾ
ഫിഷ് കൊണ്ട് ശരിക്കും ഒന്ന് ആഘോഷിക്കാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ്. പ്രോണൊക്കെ നല്ല ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കലമാരി നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഫ്രഷായിട്ട് അവർ ഉണ്ടാക്കുന്നതല്ലേ, ഇവിടെ വന്നിട്ട് അവർ ഫ്രൈ ചെയ്തും കൊണ്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കറക്റ്റ് ചൂടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. ഇതിൽ പ്രോണൊക്കെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇതാണ്. ഇനി വല്ല മരം ഉണ്ടോ? അപ്പോൾ ഇത്രയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഇത്രയും കൂടെ ഒരുമിച്ച് കഴിക്കാൻ പോകുന്നത്. എനിക്ക് മാത്രമല്ല, എന്നാലും ഞങ്ങളുടെ കൂടെ ഉള്ള എല്ലാവർക്കും കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുകയാണ് ഇത്. പക്ഷേ ഇത്രയാണ് ഞങ്ങൾ ഇന്ന് കഴിക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ നോക്കുമ്പോൾ കാണാമല്ലോ, APJ അബ്ദുൽ കലാമുണ്ട്, വിൻസെൻ്റ് ചർച്ചിലുണ്ട്, സ്റ്റാലിനുണ്ട്, മദർ തെരേസ ഉണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട്, നെൽസൺ മണ്ടേല ഉണ്ട്, ബാക്കി എനിക്കൊന്ന് ഷേക്സ്പിയറിൻ്റെ എല്ലാം ഇതെല്ലാം വെച്ചിട്ട് നല്ലൊരു ആംബിയൻസും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ റോഡ് സൈഡിലാണ്. അപ്പോൾ ഈ ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഫോറിനേഴ്സുണ്ട്, വിദേശത്തു നിന്ന് വന്ന മറ്റ് ഇന്ത്യക്കാരുണ്ട്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു ശരിക്കും നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ, വളരെ ടേസ്റ്റിയാണ്. എനിക്ക് തോന്നുന്നു നല്ല എണ്ണയാണ് അവർ ഉപയോഗിക്കുന്നത്. നമുക്ക് കാണാമല്ലോ എണ്ണ ഉപയോഗിക്കുന്നത്, ഫ്രഷായിട്ടുള്ള എണ്ണയാണ് ഉപയോഗിക്കുന്നത്. പല കടകളിലും നമുക്ക് അകത്ത് കാണാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചണാണ്, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഈ ഉള്ളിക്കൊക്കെ ഉണ്ടല്ലോ നല്ല എരിവുമുണ്ട്. ഈ മസാല കൂട്ടിനും നല്ല ടേസ്റ്റാണ്. ഇത് വെറും തവ ആയിട്ട് ചെയ്തിരിക്കുകയാണ്, വെച്ചിട്ട് ശരിക്കും ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുകയാണ്. നമുക്ക് അപ്പോൾ ഒരു മീൻ വാങ്ങിക്കഴിഞ്ഞാൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒന്ന് നമ്മൾ ശരിക്കും ഫ്രൈ ചെയ്യുകയും ചെയ്ത് ഇത് നമ്മൾ പൊള്ളിച്ചു കൊടുത്തു. അപ്പോൾ രണ്ടിനും രണ്ട് ടേസ്റ്റാണ്. പിന്നെ പ്രോണുണ്ട്, കലമാരിയുണ്ട്, ഫ്രൈഡ് റൈസും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഏതായാലും നല്ല ടേസ്റ്റി ഫുഡാണ് കിട്ടിയിരിക്കുന്നത്. ഫ്രഷ് ഫിഷാണെന്നുള്ളതിന് കഴിച്ചാൽ അപ്പം തന്നെ അറിയാൻ പറ്റും. ഇതെല്ലാം ഫ്രഷ് ഫിഷ് തന്നെയാണ്. ഇതിലിവിടെ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ, ചില ഫിഷുകളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോഴേ അറിയാം അത് ഫ്രഷ് അല്ലെന്ന്. പക്ഷേ ഇതെല്ലാം ഇവിടെ നിന്ന് പിടിക്കുന്ന അത് ഫ്രഷ് ഫിഷാണ്, നമുക്ക് നോക്കിയെടുത്ത് കൊടുക്കാവുന്നതുമാണ്. ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് വരെ പോകുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, നമ്മൾ ഹയത്തിലെ ഫുഡ് കഴിച്ചു, കള്ള് ഷാപ്പിലെ ഫുഡ് കഴിച്ചു, ചെറിയ റോഡരികിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ കയറി കഴിച്ചു. ഇവിടെ കൊച്ചിയിൽ വന്നപ്പോൾ, കൊച്ചി ഫിഷിൻ്റെ സ്ഥലമാണല്ലോ, അപ്പോൾ ഇവിടുന്ന് ഫ്രഷ് ഫിഷ് കിട്ടും, നല്ല ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ശരിക്കും ഫിഷിൻ്റെ ഐറ്റംസ് മാത്രമാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് റോഡ് സൈഡാണ്, ഇതിൻ്റെ സൈഡിൽ കൂടെ കാറെല്ലാം പോകുന്ന സ്ഥലങ്ങളാണ്. റോഡ് സൈഡിൽ ഇരുന്നുകൊണ്ട് ഇത്രയും ഫ്രീ ആയിട്ട് ഇത്രയും നല്ല ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവാനുഗ്രഹം തന്നെ എന്ന് പറയണം. കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തെയും ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും. എവിടെ നോക്കിയാലും, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നോക്കിയാലും കന്യാകുമാരി നോക്കിയാലും ഫുഡിൻ്റെ ടേസ്റ്റിന് തനതായ വ്യത്യാസങ്ങളുണ്ട്. അത് ടേസ്റ്റിയാണെന്ന് വെച്ചാൽ എല്ലാം ടേസ്റ്റിയാണ്, പക്ഷേ വ്യത്യസ്തമായിട്ടാണ് അവർ കുക്ക് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇതിൽ ഇടുന്ന ഇൻഗ്രീഡിയൻസ് വ്യത്യാസമായിരിക്കും, പിന്നെ അവർ പാചകം ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളെ ടേസ്റ്റ് അതിനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഭാഗ്യവാന്മാരാണ് കേരളത്തിലുള്ളത്. ഇത്രയും വിവിധ തരം ഫുഡുകൾ നമുക്ക് ഒരേ സമയം എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്നാണ്. ഒരു സ്ഥലം മാറുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ കഴിക്കുന്ന ഒരു മസാല ദോശ വേറൊരു സ്ഥലത്ത് പോയി കഴിക്കുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ അതിനകത്ത് വയ്ക്കുന്നത്, ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കഴിച്ച ബീറ്റ്റൂട്ടാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു സ്ഥലത്ത് കഴിച്ചപ്പോൾ ക്യാരറ്റും ഉരുളൻകിഴങ്ങും എല്ലാം കൂടെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വളരെ വ്യത്യാസമായിട്ടാണ് നമ്മൾ ഒരേ കാര്യം തന്നെ. ഇപ്പോൾ ഈ തവ ഫ്രൈ തന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കഴിച്ചു, കൊച്ചിയിൽ വന്ന് കഴിക്കുമ്പോൾ കൊച്ചിയിലേന് വേറെ ടേസ്റ്റും, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കഴിച്ചപ്പോൾ മറ്റൊരു ടേസ്റ്റുമാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ
ഇത് നമ്മൾ ഏറ്റവും 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കടകളിൽ കഴിക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടാകുന്നതെന്ന് കൂടി നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നു.